ഹായ് ഹലോ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിനായിട്ട് ഇന്ന് കടലക്കറിയാണ് ഉണ്ടാക്കുന്നത്. ദോശയും കടലക്കറിയുമാണ്. അപ്പോൾ ഇന്നലെ തന്നെ കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുതിർക്കാനായിട്ട്. അപ്പോൾ രാവിലെ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തു. അതിലേക്ക് ഒരു സവാളയും ഒരു തക്കാളിയും പച്ചമുളക് 2 വെളുത്തുള്ളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ഇതെല്ലാം കൂടെ കുക്കറിനകത്തോട്ടാക്കി അതിലേക്ക് ഒരു സ്പൂണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ വെള്ളം കൂടുതലാണെങ്കിൽ പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വേവിക്കാനായിട്ടാണ് ഗ്യാസിലോട്ട് വെച്ച്. വീഡിയോ ആദ്യം മുതൽ ലാസ്റ്റ് വരെ കാണണേ, സ്കിപ്പ് ചെയ്ത് പോകരുതേ. അപ്പോൾ ഇഷ്ടപ്പെട്ട അന്നേരം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന വെള്ളക്കടലയാണ്. ഇപ്പോൾ സാധാരണ കറുത്ത കടലയെക്കാട്ടി ഇവിടെ എല്ലാവർക്കും ഇഷ്ടം വെള്ളക്കടലയാണ്. ഇപ്പോൾ കൂടുതൽ നമ്മളിവിടെ വാങ്ങുന്നത് വെള്ളക്കടല തന്നെയാണ്. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് ഗ്യാസിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് പയർ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ അച്ചിങ്ങ ഉണ്ടല്ലോ, അച്ചിങ്ങ പയർ, അത് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്. ഇനി പയർ വേവിക്കാനായിട്ട് ചീനിച്ചട്ടിയിലേക്ക് പയറും സവാളയും കുറച്ച് വെള്ളവും ഉപ്പും പച്ചമുളകും ചേർത്ത് വേവിക്കാനായിട്ട് അതും കൂടെ ഗ്യാസിലോട്ടങ്ങ് വെച്ചു. അപ്പോൾ മോള് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകും. അപ്പോൾ അയാൾക്ക് ഈ തോരൻ വെക്കുമ്പം ബീൻസ് ഒന്നും അത്ര ഇഷ്ടമല്ല, ബീട്രൂട്ടാണ് ഇഷ്ടം. അപ്പോൾ ബീട്രൂട്ട് മെഴുക്ക് പുരട്ടി വെച്ചാലും തോരൻ വെച്ച് കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എല്ലാ ദിവസവും കൊടുത്തു വിടുമ്പം നമുക്ക് മടുക്കത്തില്ലല്ലോ ആർക്കായാലും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ ബീൻസും കൊടുത്തു വിടാറുണ്ട്. വേണ്ടാന്ന് പറയുമെങ്കിലും വെക്കും, കുറച്ചൊക്കെ കഴിക്കുമായിരിക്കും തോന്നുന്നു. അതുപോലെ തന്നെ ഈ അച്ചിങ്ങ പയറും അത്ര ഇഷ്ടമൊന്നും അല്ല. പിന്നെ ഈ നമ്മൾ തേങ്ങയൊക്കെ ഇട്ട് എരിയൊക്കെ കുറച്ച് മെഴുക്ക് പുരട്ടി കൊടുത്താൽ കുറച്ചൊക്കെ തിന്നും. എങ്കിലും എല്ലാ ദിവസവും ചോറ് കൊണ്ടുപോകുമ്പോൾ അതിനകത്തൊരു വെജിറ്റബിൾസ് എന്തായാലും ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ മുട്ടയോ മീനോ ഏതെങ്കിലും ഒന്ന് എല്ലാ ദിവസവും കാണും. ഏട്ടന് മോൾക്ക് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതിലേക്ക് എന്തായാലും ചമ്മന്തി വേണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ചമ്മന്തി അങ്ങ് അരച്ച് വെച്ച്. പിന്നെ ചമ്മന്തിയുടെ റെസിപ്പീസൊന്നും കാണിക്കുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ 2-3 വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ചമ്മന്തി റെഡിയാക്കി അതങ്ങ് മാറ്റി വെച്ചു. എത്ര ഒഴിച്ച് കഴിക്കാനുള്ള കറി ഉണ്ടെന്ന് പറഞ്ഞാലും തേങ്ങാ ചമ്മന്തി വേണം. അവൾക്ക് പറയാം, ഇത്തിരി ചമ്മന്തിയെങ്കിലും അരച്ച് വെച്ചേക്കണേന്ന് പറയും. മീൻ വറുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ തന്നെ മീനെല്ലാം വൃത്തിയാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അത് എടുത്ത് വെള്ളത്തിലിട്ട് ഐസെല്ലാം മാറി റെഡിയായിട്ടിരിപ്പുണ്ട്. അപ്പോൾ അതിന് അരപ്പങ്ങ് പുരട്ടി വെക്കാം. അതിന് വേണ്ടി കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് ഇത്രയും ചേർത്ത് മീനങ്ങ് പുരട്ടി വെച്ചു. കാരണം ഈ ബാക്കി ജോലിയെല്ലാം കഴിയുമ്പോഴത്തേക്ക് മീൻ വറുത്താൽ മതി. അപ്പോഴത്തേക്ക് അരപ്പൊക്കെ മീനിൽ പിടിച്ച് നല്ല റെഡിയായിരിക്കുമല്ലോ. അതിനുവേണ്ടി നേരത്തെ തന്നെ മീനങ്ങ് അരപ്പ് പുരട്ടി വെച്ചു. അപ്പോഴത്തേക്ക് പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പിരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യമേ കടുകൊന്നും പൊട്ടിച്ചെടുത്ത് എണ്ണയിൽ വഴറ്റിയതല്ലേ, ഞാൻ ആദ്യം തന്നെ ഇത് പയറും സവാളയും മുളകും എല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പീര ഇട്ടിട്ട് നന്നായിട്ട് ആ വെള്ളമൊക്കെ പറ്റി ഇത് പിടിച്ച് വരുമ്പോൾ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി എടുക്കുകയാണ് ചെയ്തത്. ടേസ്റ്റിന് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല, എണ്ണ ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ. എണ്ണ കുറവാണല്ലോ നല്ലത് നമുക്ക്. ഇപ്പോൾ കടല കുക്കറിനകത്ത് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതങ്ങ് കറി വെക്കാം. അതിന് വേണ്ടി ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വരുമ്പം അതിലേക്ക് 2-3 ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ച് ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്തിരിക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് അതും കൂടെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടെ ചേർത്തിളക്കി പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കി അതെല്ലാം ചേർത്ത് കുറച്ച് മസാലപ്പൊടി കുറവുണ്ടായിരുന്നേ ഞാൻ ഇട്ടപ്പോൾ അതും കൂടെ ചേർത്ത് കറി അങ്ങ് ഇറക്കി വെക്കാം. ഇതിപ്പോൾ സാധാരണ പൊടികളെല്ലാം ചേർത്തുണ്ടാക്കിയ സിമ്പിളായിട്ടുള്ള കടലക്കറിയാണ്. തേങ്ങ വറുത്തരച്ച് കടലക്കറി ഉണ്ടാക്കുന്നതുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഈ സാധാ കടലക്കറിയാണ്. അത് വെള്ളക്കടലയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ മീനും കൂടെ വറുക്കാനായിട്ട് അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനും കൂടെ വറുത്ത് എടുത്തു കഴിഞ്ഞാൽ ചോറ് കൊണ്ടുപോകാനുള്ള കറികളെല്ലാം ആയി, പിന്നെ അങ്ങ് പൊതിഞ്ഞ് കെട്ടിയാൽ മതിയല്ലോ. അപ്പോൾ ഈ സമയം നമ്മുടെ കടലക്കറിക്കകത്ത് നിന്ന് കുറച്ച് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി എടുത്ത് വെക്കുന്നുണ്ട്. ഈ ചോറിന് കൊണ്ടുപോകാൻ വേണ്ടി. മോൾക്കൊക്കെ കടലക്കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു ടിന്നിനകത്ത് കൊടുത്ത് വിടാമല്ലോ. അപ്പോൾ ചൂടോടെ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് അത് ചീത്തയായി പോകും. അപ്പോൾ അതിന് വേണ്ടി കുറച്ചെടുത്ത് മാറ്റി തണുക്കാനായിട്ട് കൊണ്ട് വെച്ചിരിക്കുവാണ്. പിന്നെ ഏട്ടനുള്ള ചോറ് ആദ്യമേ പൊതിഞ്ഞ് ഒരു കവറിനകത്താക്കി കെട്ടി വെച്ചിട്ടുണ്ട്. വാഴയിലക്കകത്താണ്
പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത്. അപ്പം കുറച്ച് കടലക്കറിയും കൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് മോൾക്കുള്ളത് ലഞ്ച് ബോക്സിനകത്തോട്ടുള്ളത് അവൾക്ക് മാറ്റി. ഒഴിച്ച് കഴിക്കാനായിട്ട് സാധാരണ മോരോ രസമാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഇന്ന് കടലക്കറി വെച്ചതുകൊണ്ട് അത് മതി എന്ന് പറഞ്ഞ്. അപ്പോൾ കടല കൂടുതൽ വെച്ചിട്ട് അതിൻ്റെ ചാറ് കുറച്ചേ വെച്ചിട്ടുള്ളായിരുന്നു. പിന്നെ ഒരു കുപ്പി വെള്ളവും പിന്നെ സ്നാക്സായിട്ട് ഇന്ന് ചീനി മറ്റെല്ലാമാണ് കൊണ്ടുപോയത്. അപ്പോൾ ലഞ്ച് ബോക്സ് എല്ലാം റെഡിയാക്കി ഞാൻ ബാഗിനകത്താക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അതിനുവേണ്ടി ദോശയായിരുന്നു ഉണ്ടാക്കുക. അന്നേരം കുട്ടി ദോശ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പാനിനകത്ത് ചെറിയ കുറച്ച് ദോശകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് 2 സൈഡിൽ നിറയെ നെയ്യൊക്കെ വെച്ച് കൊടുത്ത്. ഇപ്പോൾ വീണ്ടും മഴ തുടങ്ങിയല്ലോ. അപ്പോൾ തുണി കഴുകുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉണങ്ങി കിട്ടത്തേയില്ല. കുറച്ചധികം തുണി ഉണ്ടായിരുന്നു. അതെല്ലാം അങ്ങ് കഴുകി വിരിച്ചിട്ട്. അപ്പോൾ നല്ല മഴക്കോള് വരുന്നുണ്ട്. തുണിയെല്ലാം കഴുകിയിട്ട് വന്നിട്ടാണ് രാവിലത്തെ ആഹാരം കഴിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കലത്തെ ഊണിനുള്ള തോരനും ഇതൊക്കെ ഉണ്ടാക്കണമായിരുന്നു. അപ്പോൾ മീനൊന്നും കറി വെക്കാനായിട്ട് മീനൊന്നും കിട്ടില്ല. അപ്പോൾ പൊന്തങ്ക ഉണ്ടായിരുന്നു, നമ്മുടെ കായ ഉണ്ടല്ലോ, പച്ചക്കായ. അപ്പോൾ അത് വെച്ചൊരു അവിയലുണ്ടാക്കാനായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ കുറച്ച് കൊഞ്ചും ഇരിപ്പുണ്ട്. അപ്പോൾ കായും കൊഞ്ചും കൂടി ഇട്ട് അവിയൽ വെക്കാമെന്ന് പറഞ്ഞ് അത് നല്ലോണം അരിഞ്ഞ് വൃത്തിയാക്കി വെച്ച് നമ്മൾ കൊഞ്ചും ക്ലീനാക്കി വെച്ചതും കൂടെ കുക്കറിനകത്തിട്ട് ഒരു പച്ചമുളകും ഇട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് വേവിക്കാനായിട്ടങ്ങ് ഗ്യാസിലോട്ട് വെച്ചു. പിന്നെ കുറച്ച് രസവും കൂടെ ഉണ്ടാക്കാം. അപ്പോൾ ഇന്ന് അമ്മയാണ് രസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ രസമാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഉണ്ടാക്കുന്ന രസം. അപ്പോൾ ഞാനൊക്കെ എത്ര അത് കണക്ക് വെക്കാൻ നോക്കിയാലും പറ്റത്തില്ലേ, എന്തോ ഒരു പ്രത്യേക രുചിയാണ് അതിന്. രസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചീനിച്ചട്ടി വെച്ച് അതിനകത്ത് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചുവന്നുള്ളി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചതച്ചതുകൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കും. ഈ തക്കാളി ഒന്ന് വഴണ്ടി വരുമ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി പിന്നെ ഇത്രയും ചേർത്ത് വീണ്ടും നന്നായിട്ട് അതൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കും. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കുറച്ച് കുരുമുളകും കായവും കൂടെ ചേർത്ത് ആ അരപ്പൊന്ന് വേവിക്കാനായിട്ട് വെക്കും. തക്കാളിയും ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് വേവിക്കാനായിട്ട് അങ്ങ് വെക്കും. ഇതൊന്ന് തിളച്ച് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ആ മസാലയെല്ലാം ഒന്ന് പിടിച്ച് വരുന്ന സമയത്ത് കുറച്ച് പുളിവെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കും അതിനകത്ത്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് തിളയാകുമ്പോൾ അങ്ങ് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ അടിപൊളി രസം റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് ഇത് ഇറക്കി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ അവിയലിനുള്ളതെല്ലാം വെന്ത് റെഡി ആയിരിപ്പുണ്ട്. അപ്പോൾ ഇനി അത് റെഡിയാക്കാനായിട്ട് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ചുവന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് മുരിയിച്ച് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, കുറച്ച് വെളുത്തുള്ളി ഇത്രയും കൂട്ടിയിട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഈ മുരിഞ്ഞ് വന്ന എണ്ണയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. അതിൻ്റെ ആ അരപ്പിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കായും കൊഞ്ചും കൂടെ ഇടണം. ഇട്ട് നന്നായിട്ട് ഇളക്കി നമുക്ക്. അപ്പോൾ ഇതിനകത്ത് ഇച്ചിരി വെള്ളം കൂടുതലായിരുന്നേ, അപ്പം ഞാൻ അതൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അവിയൽ ഇത്തിരി ഒന്ന് കുറുകിയിരിക്കണമല്ലോ. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് തീ ഓഫ് ചെയ്ത് ഇറക്കി വെക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കൊഞ്ചിട്ട അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വേറെ വെജിറ്റബിൾസ് ഒന്നുമില്ല, കായും കൊഞ്ചും മാത്രമേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. നമ്മുടെ ഇവിടെയൊക്കെ തോരനകത്തും അവിയലിനകത്തൊക്കെ കൊഞ്ചിടാറുണ്ട്, പണ്ട് മുതലേ കൊഞ്ചിടാറുണ്ട്. അത് വലിയ കൊഞ്ചല്ല, ചെറിയ കൊഞ്ചുണ്ടല്ലോ, അത് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് രസം ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, കൊഞ്ചൊക്കെ ഇട്ട നല്ല സൂപ്പർ അവിയലുണ്ടായിരുന്നു. പിന്നെ രാവിലെ ചോറ് കൊണ്ടുപോകാനായിട്ട് ഉണ്ടാക്കിയ പയറ് മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു, വറുത്ത മീനുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂട്ടി ഞങ്ങൾ ചോറ് കഴിച്ചേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.